നമസ്കാരം. എല്ലാവർക്കും മലമ്പുഴ ഐടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇലക്ട്രീഷ്യൻ 4th സെമസ്റ്ററിൽ പഠിക്കുവാനുള്ള സബ്സ്റ്റേഷനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സബ്സ്റ്റേഷൻ എന്താണ്, സബ്സ്റ്റേഷൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നിവയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഈ വീഡിയോയിൽ ഒരു സബ്സ്റ്റേഷൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, അതേപോലെ ഒരു സബ്സ്റ്റേഷൻ്റെ ലേഔട്ടിനെ കുറിച്ചും നമുക്ക് നോക്കാം. ആദ്യമായി കമ്പോണൻസ് ഓഫ് സബ്സ്റ്റേഷൻ. ഒരു സബ്സ്റ്റേഷനിൽ എന്തെല്ലാം കമ്പോണൻസ് ആണ്, മെയിൻ കമ്പോണൻസ് ആണ് ഉണ്ടായിരിക്കുക എന്ന് നോക്കാം. ആദ്യമായി പവർ ട്രാൻസ്ഫോമർ. ഏത് സബ്സ്റ്റേഷൻ ആയാലും അതിലൊരു പവർ ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും. ഇത് ഉപയോഗിക്കുന്നത് വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ ആണ്. ഈ പവർ ട്രാൻസ്ഫോമറിനെ കൂടാതെ എല്ലാ സബ്സ്റ്റേഷനിലും ഒരു ആക്സിലറി ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും. ഒരു സബ്സ്റ്റേഷനിൽ ആവശ്യമായ പവർ നൽകുന്നതിന് വേണ്ടിയാണ് ഓക്സിലറി ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. സബ്സ്റ്റേഷനിൽ ധാരാളം ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം ഉണ്ടായിരിക്കും. ഇതിനാവശ്യമായിട്ടുള്ള സപ്ലൈ നൽകുന്നതിനാണ് ഓക്സിലറി ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഇനി കറന്റ് ട്രാൻസ്ഫോമർ. കറന്റ് ട്രാൻസ്ഫോമറിൻ്റെ ഉപയോഗം മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോ റേഞ്ച് മീറ്റേഴ്സ് ഉപയോഗിച്ച് ഹൈ വാല്യൂ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുന്നത്. കറണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് ലോ റേഞ്ചിലുള്ള അമീറ്റർ ഉപയോഗിച്ച് ഹൈ കറന്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. These current transformers are connected in lines to supply measuring instrument and relays. റിലേ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടും റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും കറണ്ട് ട്രാൻസ്ഫോമർ ആവശ്യമാണ്. ഉദാഹരണമായി 100 ബാർ 1 ആംപിയർ CT കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 ആംപിയറിലുള്ള ലൈൻ കറന്റ് നമുക്ക് 1 ആംപിയർ അമീറ്റർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ സാധിക്കും. കറന്റിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് CT സബ്സ്റ്റേഷൻ ഉപയോഗിക്കുന്നത്. ലോ റേഞ്ച് അമീറ്റർ ഉപയോഗിച്ച് ഹൈ കറന്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കറന്റ് ട്രാൻസ്ഫോമർ ഒരു സബ്സ്റ്റേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ റിലേയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്മോൾ കറന്റ് നൽകുന്നതിനും കറന്റ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. അടുത്തതായി പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. These transformers make the low voltage instrument suitable for measuring high voltage. For example, 11 kV bar 110 volt potential transformer. നേരത്തെ പറഞ്ഞ പോലെ CT പറഞ്ഞ പോലെ തന്നെ ലോ റേഞ്ച് വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് ഹൈ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് PT ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തൊരു ഭാഗം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ്. Circuit breakers are used for opening or closing a circuit under normal as well as faulty condition. ഇപ്പോൾ ഒരു സബ്സ്റ്റേഷനിൽ രണ്ടിലധികം പവർ ലൈൻ ഉണ്ടായിരിക്കും. ഈ സർക്യൂട്ടിനെ ഫോൾട്ടി കണ്ടീഷനിലും നോർമൽ കണ്ടീഷനിലും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിക്കുന്നത്. ഫോൾട്ടി കണ്ടീഷനിലും വർക്ക് ചെയ്യും, അതേപോലെ തന്നെ നോർമൽ കണ്ടീഷനിലും വർക്ക് ചെയ്യും. ഇന്ന് സബ്സ്റ്റേഷനിൽ പല ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായി OCB, അതായത് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ, വാക്വം സർക്യൂട്ട് ബ്രേക്കർ, SF6 സർക്യൂട്ട് ബ്രേക്കർ തുടങ്ങിയവ. ഈ പറഞ്ഞ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് ഒരു സബ്സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത്. സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കൂടാതെ ഐസോലേറ്റേഴ്സും ഉണ്ടായിരിക്കും.
ലോഡ് കണ്ടീഷനിൽ ആണ് സാധാരണ ഐസോലേറ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഐസോലേറ്റേഴ്സ് ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ രണ്ട് സൈഡിലായിട്ടാണ്, അതായത് രണ്ട് വശത്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്. എന്തിനു വേണ്ടിയാണ് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്? ഇടിമിന്നലിൽ നിന്നും സബ്സ്റ്റേഷനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. എല്ലാ സബ്സ്റ്റേഷനിലും ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് അത്യന്താപേക്ഷിതമാണ്. അടുത്തത് എർത്ത് സ്വിച്ച്. It is a switch normally kept open and connected between earth and conductor. ഈ എർത്ത് സ്വിച്ച് നോർമൽ കണ്ടീഷനിൽ ഓപ്പൺ ആയിരിക്കും. എർത്ത് ഫാൾട്ട് കറണ്ട് ഒഴുകുമ്പോൾ മാത്രമാണ് എർത്ത് സ്വിച്ച് ക്ലോസ് ആകുന്നത്. അതാണ് ഈ സ്വിച്ചിന്റെ പ്രത്യേകത. അടുത്തൊരു സംവിധാനമാണ് വേവ് ട്രാപ്പ്. This equipment is installed in the substation for trapping the high frequency communication signal sent on the line from remote station and diverting them into the telecom panel in the substation control room. സാധാരണ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് എല്ലാം റിമോട്ട് ഏരിയയിലായിരിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഹൈ ഫ്രീക്വൻസി സിഗ്നൽ പവർ ലൈനിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഈ പവർ ലൈനിൽ നിന്നും ഹൈ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സിഗ്നലിനെ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേവ് ട്രാപ്പ് എന്ന സംവിധാനം ഉപയോഗിക്കുന്നത്. ഇതും സബ്സ്റ്റേഷന്റെ ഒരു ഭാഗമാണ്. ഇല്ലെങ്കിൽ സബ്സ്റ്റേഷൻ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാകാതെ വരും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് വേവ് ട്രാപ്പ് ഉപയോഗിക്കുന്നത്. വേറൊരു സംവിധാനമാണ് കപ്ലിംഗ് കപ്പാസിറ്റർ. ഇതും കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. The coupling capacitor is used in substation where communication is done by AC power line. It offers very low impedance to high frequency signal and allow them to enter the line matching unit and block the low frequency signal. കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ കടത്തിവിടും, ലോ ഫ്രീക്വൻസി സിഗ്നലിനെ കടത്തിവിടുകയില്ല. ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്ലിംഗ് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. വേറൊരു സംവിധാനമാണ് ബസ് ബാർ. ബസ് ബാർസ് ആർ കണ്ടക്ടേഴ്സ് മെയ്ഡ് ഓഫ് കോപ്പർ or aluminum. These bus bars have low impedance and high current carrying capacity. അലുമിനിയം കൊണ്ടോ കോപ്പർ കൊണ്ടോ ആണ് ബസ് ബാർ നിർമ്മിച്ചിരിക്കുക. ബസ് ബാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ബാറിന്റെ ഇംപെഡൻസ് വളരെ കുറവായിരിക്കും, കറണ്ട് കാരിങ് കപ്പാസിറ്റി ഹൈ ആയിരിക്കും, ഹൈ കറണ്ട് കാരിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള ബസ് ബാർസ് അവൈലബിൾ ആണ്. ഉദാഹരണമായി സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെന്റ്, സിംഗിൾ ബസ് ബാർ വിത്ത് സെക്ഷണലൈസേഷൻ, ഡബിൾ ബസ് ബാർ അറേഞ്ച്മെന്റ്, സെക്ഷണലൈസ്ഡ് ഡബിൾ ബസ് ബാർ അറേഞ്ച്മെന്റ്, റിംഗ് ബസ് ബാർ അറേഞ്ച്മെന്റ് മുതലായവ. The bus bars are operated at the same voltage level. ബസ് ബാറിൽ കണക്ട് ചെയ്തിരിക്കുന്ന സപ്ലൈ ലൈനുകൾ എല്ലാം സെയിം വോൾട്ടേജ് ലെവലിൽ ഉള്ളത് ആയിരിക്കണം. ഒരു സബ്സ്റ്റേഷനിൽ ഒന്നിലധികം ഫീഡേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സെയിം വോൾട്ടേജ് ലെവലുള്ള ഫീഡേഴ്സ് എല്ലാം കണക്ട് ചെയ്യുന്നത് ഒരു സെയിം ബസ് ബാറിൽ ആയിരിക്കും. ഈ ബസ് ബാർ കണക്ട് ചെയ്യുമ്പോൾ ഫീഡേഴ്സ് സെയിം ഫേസിലുള്ളതായിരിക്കണം. ബസ് ബാർ കണക്ട് ചെയ്യുന്ന ഫീഡേഴ്സിന്റെ വോൾട്ടേജ് ലെവൽ സെയിം ആയിരിക്കണം. അതേപോലെ ഫേസ് എല്ലാം സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്.
അടുത്തതായി നമുക്ക് ഓരോ ബസ് ബാറിനെ കുറിച്ചും നോക്കാം. ആദ്യമായി സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെന്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ബസ് ബാർ. Both incoming and outgoing lines are connected to the single bus bar. The advantage of this arrangement are low maintenance, low initial cost, simple operation. The drawback is if any repair work is done on bus bar, the complete system get interrupted. അതായത് സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെന്റ് ഉള്ള സബ്സ്റ്റേഷനിൽ ഒരു ബസ് ബാർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇൻകമിംഗ് ലൈനും ഔട്ട് ഗോയിങ് ലൈനും എല്ലാം ഈ സിംഗിൾ ബസ് ബാറിലാണ് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെൻറ്റിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കുറവായിരിക്കും, സിമ്പിൾ ഓപ്പറേഷൻ ആയിരിക്കും, മെയിൻ്റനൻസ് കോസ്റ്റും കുറവായിരിക്കും. പക്ഷേ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഈ ബസ് ബാറിലോ അല്ലെങ്കിൽ ഫീഡറിലോ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ ആ സിസ്റ്റം കംപ്ലീറ്റ് ആയി നമുക്ക് ഓഫ് ആക്കേണ്ടി വരും. അത് സപ്ലൈ ഇൻറ്ററപ്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സപ്ലൈ ഇൻറ്ററപ്ഷൻ ഉണ്ടാകും. അതാണ് സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെന്റിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്. ഇനി അടുത്തൊരു സംവിധാനമാണ് സിംഗിൾ ബസ് ബാർ വിത്ത് സെക്ഷനലൈസേഷൻ. ഇൻ ദിസ് കേസ് ദ സിംഗിൾ ബസ് ബാർ ഡിവൈഡർ ഇൻ ടു സെക്ഷൻ. അതായത് സിംഗിൾ ബസ് ബാർ വിത്ത് സെക്ഷനലൈസേഷൻ എന്ന അറേഞ്ച്മെന്റ് ആണെങ്കിൽ സബ്സ്റ്റേഷനിൽ സിംഗിൾ ബസ് ബാർ തന്നെ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ അത് വിവിധ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടായിരിക്കും. സർക്യൂട്ട് ബ്രേക്കേഴ്സും അതേപോലെ ഐസൊലേറ്റേഴ്സും ഉപയോഗിച്ച് ബസ് ബാറിനെ നമ്മൾ സെക്ഷൻ ആക്കി തിരിക്കും. ഏതെങ്കിലും ഒരു സെക്ഷൻ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആ സെക്ഷൻ മാത്രം നമുക്ക് ഓഫാക്കി വെക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഫുൾ സിസ്റ്റം ഓഫാക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നില്ല. അതാണ് സിംഗിൾ ബസ് ബാർ വിത്ത് സെക്ഷനലൈസേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ വേറൊരു സിസ്റ്റമാണ് ഡബിൾ ബസ് ബാർ അറേഞ്ച്മെന്റ്. ഈ സിസ്റ്റത്തെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ബസ് ബാർ സിസ്റ്റം എന്നും പറയപ്പെടുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ബസ് ബാർ സിസ്റ്റം എന്നും പറയുന്നു. ഇവിടെ രണ്ട് ബസ് ബാർ ഉണ്ടായിരിക്കും. ഒരു മെയിൻ ബസ് ബാറും അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെയർ ബസ് ബാറും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ മെയിൻ ബസ് ബാറിൽ നമുക്കൊരു മെയിൻ്റനൻസ് നടത്തണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ബസ് ബാർ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്പെയർ ബസ് ബാർ ഉപയോഗിച്ച് സപ്ലൈക്ക് ഇൻറ്ററപ്ഷൻ കൂടാതെ മെയിൻ്റനൻസ് നടത്തുവാൻ സാധിക്കുന്നു. അതാണ് ഡബിൾ ബസ് ബാർ അറേഞ്ച്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ്. പക്ഷേ ഈ ഡബിൾ ബസ് ബാർ അറേഞ്ച്മെന്റിന്റെ ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം. The double bus bar arrangement is also known as duplicate bus bar system. It consists of two bus bar, main and spare of same capacity. Incoming line and outgoing lines can be connected to either bus by means of bus coupler, breaker and isolator. Continuity of supply can be maintained during maintenance of main bus bar or fault occurring on it. Faulty condition വരുമ്പോഴൊന്നും നമുക്ക് സപ്ലൈ ഇൻറ്ററപ്ഷൻ ഉണ്ടാവില്ല. അതാണ് ഡബിൾ ബസ് ബാറിന്റെ ഒരു അറേഞ്ച്മെന്റ്. ബസ് ബാർ അറേഞ്ച്മെന്റിനെ ഇപ്പോൾ പറഞ്ഞ പോലെ പ്രധാനമായും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെന്റ്, സിംഗിൾ ബസ് ബാർ വിത്ത് സെക്ഷനലൈസേഷൻ, മൂന്ന് ഡബിൾ ബസ് ബാർ അറേഞ്ച്മെന്റ്, പിന്നെ വേറൊന്നും കൂടി ഉണ്ട്, റിംഗ് ബസ് ബാർ അറേഞ്ച്മെന്റ് ഉണ്ട്. ഈ ഡബിൾ ബസ് ബാർ അറേഞ്ച്മെന്റ് സെക്ഷനലൈസേഷൻ എന്ന സംവിധാനവും ഉണ്ട്. ഇതും നമുക്ക് മെയിൻ്റനൻസിന് ഈസിയാണ്. പ്രധാനമായും സപ്ലൈ ഇൻറ്ററപ്ഷൻ ഉണ്ടാകില്ല. അതാണ് ഈ സെക്ഷനലൈസേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സിസ്റ്റം കൊണ്ടും നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് ഒരു സബ്സ്റ്റേഷൻ ലേ ഔട്ടിനെ കുറിച്ച് പരിശോധിക്കാം.
അതായത് സിമ്പിൾ സബ്സ്റ്റേഷൻ ലേഔട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക എന്ന് നോക്കാം. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സബ്സ്റ്റേഷൻ ലേഔട്ടിനെ കുറിച്ചാണ്. ഈ സബ്സ്റ്റേഷൻ ലേഔട്ടിനെ 2 ഭാഗമാക്കി തിരിച്ചിരിക്കുന്നു. ഒന്ന് പ്രൈമറി പവർ ലൈൻ സൈഡ്, 2 സെക്കൻഡറി പവർ ലൈൻ സൈഡ്. ഈ പ്രൈമറി പവർ ലൈൻ സൈഡിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഒന്ന് പ്രൈമറി പവർ ലൈൻ. പ്രൈമറി പവർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റേഷനിലേക്ക് വരുന്ന പവർ ലൈന്, ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രിഡ് സബ്സ്റ്റേഷനിൽ നിന്നോ വരുന്ന പവർ ലൈന്, അതാണ് പ്രൈമറി പവർ ലൈൻ. 2 ഗ്രൗണ്ട് വയർ. എല്ലാ ടവറിൻ്റെയും മുകളിലായി ഒരു ഗ്രൗണ്ട് വയർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എർത്ത് വയർ ഉണ്ടായിരിക്കും, അതാണ് ഗ്രൗണ്ട് വയർ. പിന്നെ ഓവർഹെഡ് ലൈന് ആ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതേപോലെ 4ാമത്തെ ട്രാൻസ്ഫോർമർ ഫോർ അറേഞ്ച്മെന്റ് മെഷർമെന്റ്, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമർ. ഡിസ്കണക്ട് സ്വിച്ച്, 5ാമത്തത് ഡിസ്കണക്ട് സ്വിച്ച്, നമ്മൾ സപ്ലൈ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഐസൊലേറ്റർ. 6 സർക്യൂട്ട് ബ്രേക്കർ. 7 കറന്റ് ട്രാൻസ്ഫോമർ. 8 ലൈറ്റിംഗ് അറസ്റ്റർ. ഇങ്ങനെ മെയിനായിട്ട് ഈ 8 ഉപകരണങ്ങളാണ്, 8 സംവിധാനങ്ങളാണ് ഒരു പ്രൈമറി പവർ ലൈൻ സൈഡിൽ ഉണ്ടായിരിക്കുക. പ്രൈമറി സൈഡിൽ ഒരു പവർ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡിൽ. അടുത്ത സെക്കൻഡറി പവർ ലൈൻ സൈഡ്. ഈ സെക്കൻഡറി പവർ ലൈൻ സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറന്റ് ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും, ലൈറ്റിംഗ് അറസ്റ്റർ ഉണ്ടായിരിക്കും, പിന്നെ മെയിൻ ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും, പിന്നെ അതേപോലെ ലൈനുകളെല്ലാം ഉണ്ടായിരിക്കും, ഓവർഹെഡ് ലൈനൊക്കെ ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ആ സബ്സ്റ്റേഷനെ ഒരു കൺട്രോൾ ബിൽഡിങ്ങും ഉണ്ടായിരിക്കും. പിന്നെ ഈ സബ്സ്റ്റേഷനിലേക്ക് ആരും അതിക്രമിച്ച് കിടക്കാതിരിക്കുന്നതിന് വേണ്ടി സെക്യൂരിറ്റി ഫെൻസ് ഉണ്ടായിരിക്കും. പിന്നെ സെക്കൻഡറി പവർ ലൈന്, അതിപ്പോൾ സെക്കൻഡറി സൈഡിൽ നിന്നും ലോഡിലേക്ക് പോകുന്ന പവർ ലൈന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്സ്റ്റേഷനിലേക്ക് പോകുന്ന പവർ ലൈന്, അതാണ് സെക്കൻഡറി പവർ ലൈന്. ഇൻകമിംഗ് പവർ ലൈനെ നമ്മൾ പ്രൈമറി പവർ ലൈൻ എന്ന് പറയും, ഔട്ട് ഗോയിങ്ങിനെ സെക്കൻഡറി പവർ ലൈൻ എന്ന് പറയും. ഇങ്ങനെ ഇതാണ് ഒരു കോമൺ ആയിട്ട് ഒരു സബ്സ്റ്റേഷൻ ലേഔട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഏതൊരു സബ്സ്റ്റേഷൻ്റെയും ഒരു ലേ ഔട്ടാണിത്. ഇതാണ് ജനറലായിട്ട് സബ്സ്റ്റേഷൻ ലേഔട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെന്റ് ആണ്. ഇതിൽ നമുക്ക് ഇൻകമിംഗ് ലൈൻ ഉണ്ട്, അതേപോലെ ഔട്ട് ഗോയിങ് ലൈൻ കാണിച്ചിരിക്കുന്നു. ഓരോ ലൈനിലുമുള്ള CT സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിംഗ് അറസ്റ്ററിന്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, ബസ് ബാർ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഒരു 11 kV സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെന്റ് ആണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇത് സിംഗിൾ ബസ് ബാർ അറേഞ്ച്മെന്റിന്റെ ഫിഗറാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് സിംഗിൾ ബസ് ബാർ വിത്ത് സെക്ഷനൈസേഷൻ. മെയിൻ ബസ് ബാറിനെ 2 സെക്ഷനാക്കിയിട്ട് തിരിച്ചിരിക്കണം. ബസ് കപ്ലറെല്ലാം ഉപയോഗിച്ച് 2 സെക്ഷനാക്കിയിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ആ സൈഡ് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് സിംഗിൾ ബസ് ബാർ വിത്ത് സെക്ഷനൈസേഷൻ. ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത് ഒരു ഡബിൾ ബസ് ബാർ അറേഞ്ച്മെന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മെയിൻ ബസ് ബാറും ഒരു സ്പെയർ ബസ് ബാർ അല്ലെങ്കിൽ ഓക്സിലറി ബസ് ബാർ. ഈ സിസ്റ്റത്തെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ബസ് ബാർ സിസ്റ്റം എന്നും കൂടി പറയുന്നു. പിന്നെ നേരത്തെ പറയാത്ത വേറൊരു സംവിധാനമാണ് റിംഗ് ബസ് ബാർ സിസ്റ്റം. ഈ റിംഗ് ബസ് ബാറിലെ ബസ് ബാറിന് നമ്മൾ പല സെക്ഷനാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് സെക്ഷനാണ് കംപ്ലൈൻ്റ് എങ്കിൽ നമുക്കത് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇത് ഒരു റിംഗ് ബസ് ബാർ സിസ്റ്റത്തിൻ്റെ ഫിഗറാണ്. അപ്പോൾ ഒരു സബ്സ്റ്റേഷൻ ലേഔട്ടിൻ്റെ കമ്പോണൻസിനെ കുറിച്ചും ബസ് ബാർ അറേഞ്ച്മെന്റിനെ കുറിച്ചുമാണ് പറഞ്ഞത്. ഒരു സബ്സ്റ്റേഷൻ നമ്മൾ സന്ദർശിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ നമുക്ക് വേണം, അല്ലെങ്കിൽ സബ്സ്റ്റേഷൻ പോയാൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല.
ബസ് ബാർ എന്താണ്, അതേപോലെ അവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക, പിന്നെ എന്തിനുള്ള സബ്സ്റ്റേഷനാണ് എന്നെല്ലാം ഉള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.